മുനീറെ കണ്ണ് ചിമ്മേ. അതന്നെ കണ്ണ് ചിമ്മി തുറക്കുമ്പത്തേക്ക് ഞാനും മുയിസിനും കൂടി എടുത്തോ 12 തൗകൾ സബീക്കന്നെ കണ്ണൂരേക്ക് ഉഴപ്പെട്ടു. വേറൊന്നിനല്ല ചായ കുടിക്കാനാന്നട്ടാ. വളവട്ടണ രാവിലെ തന്നെ ബ്ലോക്ക് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. എത്ര തന്നെ ബ്ലോക്ക് ഉണ്ടായാലും നമുക്ക് ചായ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പോകുമ്പോണ്ട് പണ്ട് നമ്മ അതിർത്തിയിൽ ഉപയോഗിച്ച ടാങ്കർ. പിന്നെ മുയിസിന്റെ കൂടെ ഞാൻ അങ്ങനെ അതിർത്തിയിലുണ്ടായ കഥകൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഏകദേശം നമ്മൾ ആയിക്കരയിലെത്തി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എത്തിയത് ആയിക്കരയിൽ അറക്കൽ മ്യൂസിയത്തിന് നേരെ മുന്നിലുള്ള മിൽമയിലാണത്തെ ചായ കുടിക്കാൻ വന്നിന്. ഞാൻ വിചാരിക്കുന്നുണ്ടാവും 12 റുപ്യന്റെ ചായ കുടിക്കാൻ ഇവർമാർക്ക് പിരാന്തുണ്ടോ. ഇത് പിരാന്ത് തന്നെയാണ്. അങ്ങനെ ചായയും പഴംപൊരിയിലും തിന്നതിന് ശേഷം നേരെ അടിച്ചു വിട്ട് നമ്മൾ പറഞ്ഞ് വിമാനം കാണാൻ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആയിക്കര ഹാർബറിലേക്കാണ് പോകുന്നതാ. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണും ഹാർബർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അവിടത്തേക്ക് എന്നെ കണ്ണൂരേക്ക് ഇറങ്ങുന്ന വിമാനത്തിൽ രാവിലെ ഇങ്ങനെയാ വരത്തില്ല. ഹാർബർ പോയി പിന്നെ അവിടെ കുറെ ഇക്കമാറുണ്ട് തോണിയെല്ലായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന കേട്ടാ. എല്ലാവരും പണിക്കിറങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഒരിക്കൽ രാവിലെ തന്നെ പോയതാന്ന് തോന്നുന്നു. 110 വരുന്നുണ്ട്. അതാണ് പഴയ ഓട്ടോടെ ഇവിടാന്ന് തോന്നുന്നു. ഇടത്തോട്ടെ സിഗ്നലിട്ട് വലത്തോട്ടേക്കാ തരുന്നത്. അതൊക്കെ കണ്ടോണ്ട് നമ്മളെ ക്യാമറ ഇവിടെ മുകളിലുണ്ട്. പിന്നെ നേരെ പോയത് ഹാർബർ വ്യൂ പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സീ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗൂഗിൾ മാപ്പിൽ എന്താ. ഈ സീ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വിമാനത്തിന്റെ ജനലും പൈലറ്റിനും വരെ കണ്ടവരുണ്ടത്രേ. അത് പറയുമ്പോ മുയസിൻ പറയുന്ന ഇന്നലെ അവിടെ പുത്താന്ന്. ഞാൻ പറഞ്ഞു എന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാലും പറഞ്ഞ് ഈ തള്ളു കേട്ടിട്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മുണ്ടില്ല. മുയസിനാണെങ്കിൽ റഡാറ് നോക്കിയിരിക്കാന്ന് വിമാനം വരുന്നുണ്ടോ നോക്കാന്. മുനീറും നോക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എഞ്ചിൻ പുറത്തുള്ള നമ്മളെ ഇൻഡിഗോ വിമാനാന്ന് കേട്ടാ നമ്മളെ തരക്കുമേലെ കൂടി പോന്ന്. പക്ഷെ ജനലും കണ്ടില്ല, പൈലറ്റും കണ്ടില്ല. അങ്ങനെ വ്യൂ പോരാന്ന് പറഞ്ഞിട്ട് ഞാനും മുയസിനും കണ്ണൂർ കോട്ടയിലേക്ക് കയറിയിട്ടാ രാവിലെ 8 മണിക്ക് തന്നെ. അപ്പോഴത് നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് താഴിലൂടെ പോന്ന്. അപ്പോഴും ജനലും കണ്ടില്ല, പൈലറ്റും കണ്ടില്ല. വെയിൽ കൊണ്ട് പോയിരുന്നവേ മിച്ചം. അങ്ങനെ വെയിൽ കൊണ്ട് കരിഞ്ഞുണങ്ങി ഞാനും മുയസിനും വീണ്ടും നാട്ടിലേക്ക് യാത്ര തിരിച്ചു. മുനീറെ കണ്ണ് ചിമ്മേ.